സോ ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡ്യൂൾ 1 പാർട്ട് 3 ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്ലൂയിഡ് മെഷീനറി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ് ഓൺ അൺസിമെട്രിക്കൽ മൂവിങ് കർവ്ഡ് പ്ലേറ്റ്. അൺസിമെട്രിക്കൽ മൂവിങ് കർവ്ഡ് പ്ലേറ്റിലുള്ള ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സിൻ്റെ പ്രോബ്ലമാണ്. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ജെറ്റ് ഓഫ് വാട്ടർ ഓൺ ആൻ അൺസിമെട്രിക്കൽ മൂവിങ് കർവ്ഡ് പ്ലേറ്റ് ആണ്. നമ്മൾ ഇതുവരെ നേരത്തെയുള്ള വീഡിയോസിൽ കണ്ടത് അൺസിമെട്രിക്കൽ പ്ലേറ്റ് ആണ്, പക്ഷേ അത് മൂവ് ചെയ്യത്തില്ല. ആൻഡ് ഓൾസോ ഇവിടെ ജെറ്റ് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്? ഇറ്റ് സ്ട്രൈക്സ് ടാൻജൻഷ്യലി അറ്റ് വൺ ഓഫ് ദ ടിപ്പ്. അതായത് ഒരു ടിപ്പിൽ ഇത് ടാൻജൻഷ്യലായിട്ട് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് വെയിനിൻ്റെ പടം ഒന്ന് വരയ്ക്കാം. ഓക്കെ, അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കും ഇനിയും ടർബൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആക്ച്വലി നമ്മൾ ഒരു അൺസിമെട്രിക്കൽ വെയിൻ വരയ്ക്കുന്നു. ഓക്കെ, വരച്ചു. ആൻഡ് ദിസ് പർട്ടിക്കുലർ വെയിൻ വരച്ചു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എല്ലാ തവണയും ചെയ്യുന്നത് പോലെ ഒന്ന് ഹാച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത് ഫിക്സ് ചെയ്യണോ? വേണ്ട. ശരി, അപ്പോൾ ഇനി നമ്മൾ ആദ്യത്തെ കേസ് വരയ്ക്കുക. നമ്മൾ ഇവിടെ എന്താണ്? ജെറ്റ് ടാൻജൻഷ്യലായിട്ട് എൻ്റർ ചെയ്യുകയാണ്. ശരി, അപ്പോൾ നോസിൽ നിന്ന് വാട്ടർ വരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു നോസിൽ വരയ്ക്കുകയാണ്. ഒരു ചെറിയ ഇതിൽ വേണമെങ്കിൽ വരയ്ക്കാം. ഒരു പൈപ്പ്, അതിൽ നിന്ന് ഒരു നോസിൽ, അതിൽ നിന്ന് വാട്ടർ വരുന്നതായിട്ട് കാണിക്കുക. ശരി, അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ എങ്ങോട്ടേക്ക് വരുമ്പോൾ വെലോസിറ്റി ഇങ്ങനെ കയറി വരിക ടാൻജൻഷ്യലായിട്ട്. ഇപ്പം V1 ആണ് എന്ത്? ഇനിഷ്യൽ ഇൻലെറ്റ് വെലോസിറ്റി ഓഫ് ദി ജെറ്റ് വന്ന് ഇടിച്ചു. ശരി, അപ്പോൾ ഇത് ഹൊറിസോണ്ടലുമായിട്ടൊരു ആംഗിൾ മേക്ക് ചെയ്യില്ലേ? ഈ ഹൊറിസോണ്ടലുമായിട്ട് ഈ ആംഗിളാണ് ആൽഫ. നൊട്ടേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗിൾ മെയ്ഡ് ബൈ ദ അബ്സല്യൂട്ട് വെലോസിറ്റി, ആക്ച്വൽ വെലോസിറ്റി ഓഫ് ദി ജെറ്റ് വിത്ത് ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ ഇവിടെ ജെറ്റ് പ്ലേറ്റ് എന്ത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്? പ്ലേറ്റ് നമുക്കറിയാം, പ്ലേറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് യു. അപ്പോൾ ഇത് വെലോസിറ്റി യുവിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു റിലേറ്റീവ് വെലോസിറ്റി കമ്പോണൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി കമ്പോണൻറ്റ് നമ്മളിവിടെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ VR1 ആണ്. അപ്പം VR1 റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം VR1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? V1 മൈനസ് U1, രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, അപ്പോൾ നമ്മൾ VR1 ഈക്വൽ ടു V1 മൈനസ് U1 ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ VR1ൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെയാണ് VR1 വരുന്നത്. കാരണം ഇതൊരു വെക്റ്റർ ഡിഫറൻസ് ആയതുകൊണ്ട് അതൊരു വെലോസിറ്റിയിൽ കിടക്കും. അപ്പോൾ VR1 വരച്ചു. ഓക്കെ, VR1. അപ്പോൾ ഇവിടെ അഗെയിൻ VR1 മേക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ഒരു വേറൊരു ആംഗിൾ നൊട്ടേഷൻ കൊടുക്കും, തീറ്റ. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 മേക്ക് ചെയ്യുന്ന ആംഗിളും തീറ്റ എന്ന് പറഞ്ഞാൽ VR1 എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് വെലോസിറ്റി. ശരി, അപ്പോൾ ഈ ട്രയാങ്കിളിൽ, ഈ വെലോസിറ്റി ട്രയാങ്കിളിൽ ഈ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് ദിസ് വൺ, അത് മാർക്ക് ചെയ്യാം. ദിസ് വൺ ഈസ് കോൾഡ്, ഇതെന്തായിരിക്കും അപ്പം? U1 എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് ബ്ലേഡ് അറ്റ് ഇൻലെറ്റ്. ഓക്കെ, U1. അപ്പോൾ VR1 ഈക്വൽ ടു V1 മൈനസ് U1 എന്നറിയാം. അതിന് നമുക്കൊരു വെലോസിറ്റി ട്രയാങ്കിളും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഇവിടെ ക്ലോസ് ചെയ്യുക. ആക്ച്വൽ വലിയ ട്രയാങ്കിൾ നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുമ്പം ഈ V1ൻ്റെ അല്ലേ ഈ വലിയ ട്രയാങ്കിൾ. അപ്പോൾ ഈ V1ന് നമുക്ക് എന്ത് കാണും? ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കാണും. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാർക്ക് ചെയ്യാം. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് V1 ഈസ് VW1. അതേപോലെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് V1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് VF1. ഇത്രയുമാണ് ഇനിഷ്യൽ വെലോസിറ്റി ട്രയാങ്കിളിലുള്ള കമ്പോണൻറ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് V1ഉം VR1ഉം എല്ലാം എന്താണെന്ന് എഴുതാം. അപ്പോൾ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? V1 ഈസ് ഇനിഷ്യലി വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് ഇൻലെറ്റ്. കേട്ടോ, വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് ഇൻലെറ്റ് ആണ് V1. ശരി, U1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് പ്ലേറ്റ് അറ്റ് ഇൻലെറ്റ്. വെലോസിറ്റി ഓഫ് പ്ലേറ്റ് അറ്റ് ഇൻലെറ്റ്. ഓക്കെ, VR1 എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി എന്തിൻ്റെ? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ജെറ്റ്
and plate at inlet. Jet and plate at inlet. Okay. Then alpha equal to angle between angle എന്തിൻ്റെ ആംഗിളാണ്? ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് ജെറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പ്ലേറ്റ്. അതായത് ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്ന് പറഞ്ഞാൽ V1 ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ പ്ലേറ്റ് എന്താണ്? യു എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ V1 ആൻഡ് യുവിൻ്റെ യു എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ഓക്കെ, ഇതാണ് ആൽഫ. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തീറ്റ ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി. ആംഗിൾ മെയ്ഡ് ബൈ ആംഗിൾ ബിറ്റ്വീൻ റിലേറ്റീവ് വെലോസിറ്റി ആൻഡ് യു. ഓക്കെ, അപ്പോൾ VW1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി. എന്തിൻ്റെ? V1ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ്. അപ്പം ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് V1, അതിന് വേറൊരു പേര് പറയും. ദാറ്റ് ഈസ് കോൾഡ് വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഇൻലെറ്റ്. വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഇൻലെറ്റ്. അതുകൊണ്ടാണ് അതിനെ VW1 വെച്ചിരിക്കുന്നത്. ഓക്കെ, അതേപോലെ VF1 എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് V1 ആണ്. അതിനെ എന്ത് പറയും? വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഇൻലെറ്റ്. വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഇൻലെറ്റ്. അതുകൊണ്ടാണ് എന്താക്കിയിട്ടിരിക്കുന്നത്? F1. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും വെലോസിറ്റി ട്രയാങ്കിൾ അറ്റ് ഔട്ട്ലെറ്റ് വരയ്ക്കാൻ പോവാണേ. ഔട്ട്ലെറ്റ്, അപ്പോൾ നമ്മൾ ഔട്ട്ലെറ്റ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് വൺ ഈസ് V2 എങ്ങോട്ടേക്കാണ് പോകുന്നത്? V1 പോലെ V2 ഉണ്ട്. അപ്പോൾ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇങ്ങനെ V2 വരച്ചു. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി എന്താണ്? V2. അപ്പോൾ V2 നമ്മൾ വരച്ചു. ശരി, ഇനിയും V2വും അവിടെ ഓൾറെഡി ഒരു റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട്. കാരണം എന്താണ്? ഇവിടെ വെയിന് അൺസിമെട്രിക്കലാണ്. അപ്പോൾ അവിടെ VR2 വരയ്ക്കണം. VR2 എന്ന് പറയുന്നത് നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് VR2 പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വെലോസിറ്റി ട്രയാങ്കിളിൽ ദിസ് ഈസ് VR2, ദിസ് ഈസ് V2. ഓക്കെ, അപ്പോൾ അങ്ങനെ വരച്ചു. അപ്പോൾ ഇവിടെ ഈ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ നേരത്തെ എന്തായിരുന്നു പറഞ്ഞ? ആൽഫ. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ദിസ് ആംഗിൾ ഈസ് കോൾഡ് ഫൈ. ശരി, അപ്പോൾ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് V2വും VR2വും തമ്മിലുള്ള ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്താണ്? ഞാനിതൊന്ന് മായ്ക്കട്ടെ മുകളിലുള്ളത്. അപ്പോൾ ഇതെന്താണ്? ദിസ് ഈസ് കോൾഡ് U2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി ഈ വെലോസിറ്റി ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ആൻഡ് ദിസ് വൺ. അപ്പോൾ ഇതെന്താണ്? ദിസ് ഈസ് കോൾഡ് VF2. ഇനിയുമുണ്ട് നമുക്ക് എന്താണ്? VW2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മ വേണം V2ൻ്റെ കമ്പോണൻ്റാണ്. അപ്പോൾ V2 ഏതാണ്? ഇവിടം വരെയുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് എന്ത്? ആക്ച്വലി VW2 V2ൻ്റെ കമ്പോണൻ്റ് ആയതുകൊണ്ട് തന്നെ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ V2 മേക്ക് ചെയ്യുന്ന ആംഗിളും കൂടെ നമുക്ക് നോട്ട് ചെയ്യാം. ദിസ് ആംഗിൾ ഈസ് കോൾഡ് ബീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സി V2 ഈസ് ദ വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് ഔട്ട്ലെറ്റ് ആണ്. വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് ഔട്ട്ലെറ്റ് V2. അതേപോലെ U2 എന്താണ്? വെലോസിറ്റി ഓഫ് എന്താണ്? വെയിൻ. വെലോസിറ്റി ഓഫ് ബ്ലേഡ് അറ്റ് ഔട്ട്ലെറ്റ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അൺസിമെട്രിക്കലിൽ എഴുതണം. അതുപോലെ VR2 എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി അല്ലേ, അറ്റ് ഔട്ട്ലെറ്റ്. റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ്. ശരി, അതുപോലെ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ മെയ്ഡ് ബൈ എന്തൊക്കെയാണ്? ആംഗിൾ മെയ്ഡ് ബൈ V2 വിത്ത് ഡയറക്ഷൻ ഓഫ് ബ്ലേഡ്സ് അറ്റ് ഔട്ട്ലെറ്റ്. ഓക്കെ, അതേപോലെ തന്നെ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആംഗിൾ മെയ്ഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി. ആംഗിൾ മെയ്ഡ് ബൈ VR2 വിത്ത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ബ്ലേഡ്സ്. ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ബ്ലേഡ്സ് അറ്റ് ഔട്ട്ലെറ്റ്. ഓക്കെ, ഫൈനലി VW2 ആൻഡ് VF2 എന്തായിരുന്നു? വേൾ വെലോസിറ്റി
വേൾഡ് വെലോസിറ്റി ആൻഡ് എന്താണ് ഫ്ലോ വെലോസിറ്റി, രണ്ടും അറ്റ് ഔട്ട്ലെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് വെലോസിറ്റി ട്രയാങ്കിൾ. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടുത്തെ വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് നോക്കിക്കേ. ഒന്നെന്ന് പറയുന്നത് ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ദിസ് വൺ, ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ദിസ് വൺ. ഇത്രയും നിങ്ങളിത് പഠിച്ചാലേ പറ്റൂ കേട്ടോ. ഓക്കെ, സോ ഓക്കെ. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ, പിന്നെ അതല്ലേ ഇനി കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ നോക്കിക്കേ, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ആണ് അല്ലേ. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ, എന്താണ് നമ്മുടെ ബേസിക് ഫോർമുല, എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് പെർ സെക്കൻഡ്, അതായത് മാസ് ബൈ ടൈം ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി അതെന്താണ് ഇൻ ദ ഡയറക്ഷൻ അല്ലേ ഓഫ് മോഷൻ മൈനസ് ഫൈനൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അത് ഞാൻ എഴുതുന്നില്ല കേട്ടോ. ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ മൈനസ് ഫൈനൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾ വെയിനിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യുന്നത് ആക്ച്വലി ഏത് വെലോസിറ്റിയിലാണ്. കാരണം വന്ന് ഇടിക്കുന്ന സമയത്ത് തന്നെ ബ്ലേഡ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി വിത്ത് വിച്ച് ജെറ്റ് സ്ട്രൈക്സ് ദ വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി വിത്ത് വിച്ച് ജെറ്റ് സ്ട്രൈക്സ് ദ പ്ലേറ്റ് അല്ലേ, ഈക്വൽ ടു എന്താണത്, VR1 ആണ്. അത് ഓർമ്മ വേണേ, റിലേറ്റീവ് വെലോസിറ്റിയാണ് ഇവിടെ, V1 അല്ല, കാരണം പ്ലേറ്റ് മൂവിങ് ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ, ഒന്നുകൂടി എഴുതാം, ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും നോക്കിക്കേ, VR1ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, കാരണം മോഷൻ ഏത് ഡയറക്ഷനിലാണ്, ഈ ഡയറക്ഷൻ. അപ്പോൾ VR1ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ VR1 കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, നമുക്ക് വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് അറിയാം, VW1 മൈനസ് U1 ഇല്ലേ. കാരണം ഇവിടെ നോക്കിക്കേ, VR1 കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതല്ലേ VR1 കോസ് തീറ്റ, ദിസ് വൺ VR1 കോസ് തീറ്റ ഇല്ലേ. അപ്പോൾ VR1 കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ VW1 മൈനസ് U1. അതേപോലെ ഫൈനൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ എന്താണ്, ഫൈനൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും നോക്കിക്കേ, VR2, റിലേറ്റീവ് വെലോസിറ്റി VR2ലാണ് ലീവ് ചെയ്യുന്നത്. അപ്പോൾ VR2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്താണ്, VR2 കോസ് ഫൈ. ഇവിടെ നോക്കിക്കേ, VR2 കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എത്ര വരും, VR2 കോസ് ഫൈ എന്ന് പറഞ്ഞാൽ ഇത്രയും വരും അല്ലേ. ദിസ് ഈസ് VR2 കോസ് ഫൈ. അപ്പോൾ എന്ത് വരും, U2ൻ്റെയും VW2ൻ്റെയും സമ്മ്. പക്ഷേ VR2 കോസ് 5 എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്, VR2ൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, നിങ്ങൾ നോക്കിക്കേ, ഇതാണ് ഡയറക്ഷൻ. അപ്പോൾ VR2 കോസ് 5 എങ്ങോട്ട് വരും, ഈ ഡയറക്ഷനിലോട്ട് വരും, VR2 കോസ് 5 ഇല്ലേ, VR2 കോസ് 5. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് VR2 കോസ് 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈക്വൽ ടു VR2 കോസ് 5 എന്ന് എഴുതിയിട്ട് നമ്മൾ മൈനസ് ഓഫ് U2 പ്ലസ് W2, മൈനസ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, U2 പ്ലസ് VW2, U2 പ്ലസ് VW2, മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി നമ്മളപ്പോൾ FX എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ FX ഈക്വൽ ടു റോ എ എന്ത് വരും, V1 അല്ല VR1, റോ എ VR1 ഇൻറ്റു VW1 മൈനസ് U1 മൈനസ് എന്താണ്, മൈനസ് ഓഫ് U2 പ്ലസ് VW2. ഓക്കെ, ഇത്രയും. അപ്പോൾ നമുക്ക് ഫൈനലി റോ എ VR1 ഇൻറ്റു എന്ത് വരും, നമുക്ക് VW1 മൈനസ് U1 പ്ലസ് U2 പ്ലസ് VW2 എന്ന് വന്നു. ഓക്കെ, U1ഉം U2ഉം സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, റോ എ VR1 ഇൻറ്റു
റോ എ വി ആർ വൺ ഇൻറ്റു എന്തെഴുതി വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു. വി വണ്ണും വി ടുവും സെയിം ആയതുകൊണ്ട്. ഓക്കെ അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നോക്കിയേ, എ ജെറ്റ് ഓഫ് വാട്ടർ ഹാവിങ് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്, അതായത് ജെറ്റിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ്, സ്ട്രൈക്സ് എ കേർഡ് വെയിൻ. വെയിൻ്റെ ജോമെട്രി എന്താണ്? കേർഡ് ആണ്. വിച്ച് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്, അതായത് വെയിനിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡും തന്നിട്ടുണ്ട്. ഓക്കെ, then jet makes an angle of 20 degree with the direction of motion of the vein at inlet, അതായത് ഇൻലെറ്റ് ആംഗിളാണ് തന്നിരിക്കുന്നത്. ഏത് മേക്ക് ചെയ്യുന്നത്? വെലോസിറ്റി, ജെറ്റിൻ്റെ വെലോസിറ്റി മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇതെല്ലാം ഞാൻ വരയ്ക്കുമ്പോൾ ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാം. ആൻഡ് ലീവ്സ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 130 ഡിഗ്രി, അതായത് ജെറ്റിൻ്റെ വി വണ്ണും വി ടുവും മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. അറ്റ് ദ ഔട്ട്ലെറ്റ് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ വെയിൻ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യണം, സോ ദാറ്റ് വാട്ടർ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് ദ വെയിൻ വിത്തൗട്ട് ഷോക്ക്. അപ്പോൾ വെയിൻ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്, വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ വെയിൻ പെർ സെക്കൻഡ്. വർക്ക് ഡണ്ണും കണ്ടുപിടിക്കണം. വർക്ക് ഡൺ കണ്ടുപിടിക്കണം നമുക്ക് എന്തായാലും ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം, ഇല്ലേ? അപ്പോൾ നമുക്കതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്താ വരയ്ക്കാൻ പോകുന്നത്? ഒരു കേർഡ് വെയിൻ വരയ്ക്കണം, അല്ലേ? അപ്പോൾ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കണം. അതുകൊണ്ട് അതിനുവേണ്ടി ഞാനൊരു കേർഡ് വെയിൻ ആദ്യമേ വരച്ചു. ഓക്കെ, നമ്മൾ എപ്പോഴും വെയിൻ നമ്മൾ വൈറ്റിൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു കേർഡ് വെയിൻ വരച്ചു. ഓക്കെ, ഒന്ന് ഹാച്ച് ചെയ്ത് കൊടുക്കാം. ശരി, ഇനി നമ്മൾ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം നമുക്ക് ഏതൊക്കെ കമ്പോണൻറ്റ്സ് ഉണ്ടെന്നറിയാം. ഇനി ഞാനത് പെട്ടെന്ന് അങ്ങ് വരയ്ക്കുകയാണ്. നമുക്ക് വി വൺ ഉണ്ട്. സോ യു ഹാവ് ടു ഡ്രോ വി വൺ. ദെൻ വി ആർ വൺ വരയ്ക്കണം. ഇത് കംപ്ലീറ്റ് ചെയ്യണം. ജസ്റ്റ് ഇനി ഇതിൻ്റെ ആംഗിൾസ് മാർക്ക് ചെയ്യാം. ആംഗിൾസ് എന്തൊക്കെയായിരുന്നു? ആംഗിൾസ് ഇതേതാണ്? ദിസ് ഈസ് വി വൺ. ഇതെന്താണ്? വി ആർ വൺ. ഓക്കെ, ഇനി വി വൺ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? വി വൺ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈസ് ആൽഫ. വി ആർ വൺ മേക്ക് ചെയ്യുന്ന ആംഗിളോ? ദാറ്റ് ഈസ് തീറ്റ. ഓക്കെ, ഇനി നമുക്ക് കമ്പോണൻറ്റ്സ് വരയ്ക്കാം. വി വണ്ണും വി ആർ വണ്ണും തമ്മിലുള്ള കമ്പോണൻറ്റ് ഈസ് എന്താണ്? യു വൺ. ഇനിയും വി വണ്ണിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്താണ് ഇവിടെ? അത് മാർക്ക് ചെയ്യണം. ഇത്രയും വലിയ കമ്പോണൻറ്റ് അതെന്താണ്? വി ഡബ്ല്യു വൺ. വി ഡബ്ല്യു വണ്ണിന് എന്ത് പറയും? വെലോസിറ്റി ഓഫ് വേർഡ്. അതേപോലെ വി വണ്ണിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഈസ് വി എഫ് വൺ. ഓക്കെ, ഇതാണ് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. ഇനി ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കണ്ടേ? ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കാം. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ വെളിയിലേക്ക് ഇറങ്ങുന്ന ആദ്യത്തെ വെലോസിറ്റി ഏതാണ്? വി ആർ ടു ആണേ. ഇത് മറന്നുപോയല്ലോ. വി ആർ ടു വന്നു. ദെൻ ഇനി അകത്ത് വി ടു വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ദിസ് വൺ ഔട്ട്ലെറ്റ്. ഇതാണ് ഔട്ട്ലെറ്റ് വെലോസിറ്റി. അപ്പോൾ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നമ്മൾ കമ്പോണൻറ്റ്സ് മാർക്ക് ചെയ്യുന്നു. ദിസ് വൺ എന്താണ്? വി ആർ ടു. ഇതെന്താണ്? വി ടു. ശരി, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വി വൺ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരുന്നു? ആൽഫ. അപ്പോൾ വി ടു മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? ബീറ്റ. അപ്പോൾ ബീറ്റ എഴുതി. ഇത് വി ടു ആണേ. ഓക്കെ, അപ്പോൾ വി ആർ വൺ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? തീറ്റ. അപ്പോൾ വി ആർ ടു മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈസ് ഫൈ എഴുതി. ഇനി വി ടുവിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്താണ്? വി ഡബ്ല്യു ടു. അപ്പോൾ നമ്മൾ വി ഡബ്ല്യു ടു ഇവിടെ ചെറുതാണ്, അത് ഓർമ്മ വേണം. വി ഡബ്ല്യു ടു. വെർട്ടിക്കൽ കമ്പോണൻ്റ് നമുക്കറിയാം വി എഫ് ടു. അപ്പോൾ യു ടു ഏതാണ്? വി ആർ ടുവും വി ടുവിൻ്റെ എൻഡ്സും തമ്മിൽ ഏതാണ്? ദിസ് വൺ. ഇവിടെ ഒരെണ്ണം വരച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് യു ടു. അപ്പോൾ നമ്മൾ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾസ് ആവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒന്ന് എടുത്തെഴുതാമേ. എ ജെറ്റ് ഓഫ് വാട്ടർ ഹാവിങ് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? വി വൺ എത്ര തന്നിട്ടുണ്ട്? 20 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്.
and which is strikes a vein which is moving with a velocity of 10 meter per second. അപ്പോൾ എന്താണ് u1 തന്നിട്ടുണ്ട്, അതെത്രയാണ് 10 meter per second. ശരി. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്, ദ ജെറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 20 ഡിഗ്രി വിത്ത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് വെയിൻ അറ്റ് ഇൻലെറ്റ്. ജെറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ജെറ്റിൻ്റെ ഏതാണ് v1. അപ്പോൾ v1 മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്, 20 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ലീവ്സ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 130 ഡിഗ്രി ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് വെയിൻ അറ്റ് ഔട്ട്ലെറ്റ്. അതായത് 130 ഡിഗ്രി എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് വെയിൻ അറ്റ് ഔട്ട്ലെറ്റ്. അപ്പം വെയിനിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷന് 130 ഡിഗ്രി മൂവ് ചെയ്യുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് വെയിൻ അറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും വെയിൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഈ ഡയറക്ഷനിലേക്ക് അല്ലേ. അപ്പോൾ ഔട്ട്ലെറ്റിൽ ഞാൻ ഈ ഡയറക്ഷനിലൊരു ലൈൻ ഹൊറിസോണ്ടൽ വരച്ചു. ഇനി ജെറ്റ് ഏതാണ്, ജെറ്റിൻ്റെ വെലോസിറ്റി v2. അപ്പോൾ v2 എത്ര ആംഗിൾ മേക്ക് ചെയ്യുന്നു, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് വെയിൻ അറ്റ് ഔട്ട്ലെറ്റുമായി 130 ഡിഗ്രി. ഇത്രയും ആംഗിളാണ് 130 ഡിഗ്രി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് 130 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ, നമുക്ക് ബീറ്റ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ബീറ്റ ഈക്വൽ ടു ആൽഫ തന്നിട്ടുണ്ട്, പക്ഷേ ബീറ്റ നമ്മൾ 130 ഡിഗ്രിയിൽ നിന്ന് കണ്ടുപിടിക്കണം. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ബീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ 130 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് വൺ ഈസ് എന്താണെന്നുള്ളത് നോക്കാം. സോ ബീറ്റ ഈക്വൽ ടു 180 മൈനസ് 130 വിച്ച് ഗീവ്സ് ബീറ്റ എത്ര കിട്ടി, 50 ഡിഗ്രി, 50 ഡിഗ്രി. അങ്ങനെ ബീറ്റ നമുക്ക് തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതും ഓക്കെ ആയി. എഗെയിൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് u1 എന്താണ്, u1 അറിയാം, u1 ഈക്വൽ ടു u2 ആണെന്നറിയാം. സോ u1 ഈക്വൽ ടു u2 ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. അതേപോലെ vr1 ഈസ് ഈക്വൽ ടു vr2. ഇപ്പോൾ vr1 ഈക്വൽ ടു vr2 എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ദ വാട്ടർ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് ദ വെയിൻ വിത്തൗട്ട് ഷോക്ക്. അതായത് ഷോക്കൊന്നുമില്ല. അതുകൂടാതെ വെയിൻ സ്മൂത്ത് ആണെന്നെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ vr1 ഈക്വൽ ടു vr2 എടുക്കാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ സൊല്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെയിൻ ആംഗിൾ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വെയിൻ ആംഗിൾ കണ്ടുപിടിക്കണം. വെയിൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തീറ്റ ആൻഡ് ഫൈനെയാണ് വെയിൻ ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റയും ഫൈയുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾ വരച്ചില്ലേ, ആ വെലോസിറ്റി ട്രയാങ്കിളിന് നമ്മൾ ഒരു പേര് കൊടുക്കണം. ABCD കൊടുക്കണം. ഇനിയും ഫ്രം ദ ട്രയാങ്കിൾ ABD, ട്രയാങ്കിൾ ABD. ഓക്കെ. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടാൻ തീറ്റ ഈക്വൽ ടു ഫ്രം ദ ട്രയാങ്കിൾ നമുക്കറിയാം BD ബൈ CD അല്ലേ. BDനെ നമുക്ക് എന്തെഴുതാം, BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം VF1 ആണ് അല്ലേ. ആൻഡ് CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്ച്വലി VW1 മൈനസ് U1. മനസ്സിലായോ? കാരണം CD എന്ന് പറഞ്ഞാൽ AD മൈനസ് AC ആണ്. AD എന്ന് പറഞ്ഞാൽ VW1 മൈനസ് U1. അപ്പോൾ നമുക്ക് VF1 അറിയണം, VW1 അറിയണം, U1 അറിയണം. നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ. VF1 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റാണ് VF1 ഈക്വൽ ടു എന്തിൻ്റെയാണ്, എപ്പോഴും ഓർമ്മ വേണം, വിച്ച് ഈസ് ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് V1, ദാറ്റ് ഈസ് V1 സൈൻ ആൽഫ തന്നിട്ടുണ്ട് അല്ലേ, V1 തന്നിട്ടുണ്ട്. സോ 20 സൈൻ ആൽഫ എത്ര ആയിരുന്നു, 20. അപ്പോൾ നമുക്ക് VF1 കിട്ടി. VF1 എന്ന് പറഞ്ഞാൽ 6.84 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഓക്കെ. അപ്പോൾ VF1 അറിയാം. ഇനി VW1 എന്താണ്, VW1 ഈക്വൽ ടു V1. V1ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് അല്ലേ.
V1 cos ആൽഫ. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 20 കോസ് ആൽഫ എത്രയാണ്? 20. അപ്പോൾ അത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൻസർ 18.794 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണോ? അപ്പോൾ ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ടാൻ തീറ്റ. സോ ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സോ ടാൻ തീറ്റ ഇവിടെ എഴുതാമേ. ടാൻ തീറ്റ ഈക്വൽ ടു VF1 എന്ന് പറഞ്ഞാൽ 6.84 ആൻഡ് VW1 മൈനസ് അല്ലേ. അപ്പോൾ VW1 എന്ന് പറഞ്ഞാൽ 18.79 മൈനസ് U1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? U1 മൈനസ് U1 അല്ലേ. അപ്പോൾ U1 നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട് 10. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ഓഫ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഈക്വൽ ടു എത്ര കിട്ടി? 37 ഡിഗ്രി 52.5 മിനിറ്റ്സ് എന്ന് കിട്ടി. ഇതാണ് തീറ്റ. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞു വെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റയും ഫൈയും ആണ്. തീറ്റ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഫൈ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെയിൻ ആംഗിൾ തീറ്റ കണ്ടുപിടിച്ചു. ഇനി ഫൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫൈ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ട്രയാങ്കിൾ എടുക്കണം? ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. അപ്പോൾ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ EGH അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ EGH കൺസിഡർ ചെയ്താലേ നമുക്ക് ഫൈ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ ഏത് ട്രയാങ്കിൾ എടുക്കണമെന്ന് പറഞ്ഞാൽ EGH എന്ന് പറഞ്ഞാൽ വലിയ ട്രയാങ്കിളിൽ വി ഹാവ് ടു കൺസിഡർ ട്രയാങ്കിൾ EFG എടുക്കുമ്പോൾ അവിടെ നമ്മൾ സൈൻ റൂൾ അപ്ലൈ ചെയ്യണം. സൈൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ റൂൾ എന്തായിരുന്നു? ഒരു പർട്ടിക്കുലർ ട്രയാങ്കിളിൻ്റെ എഡ്ജ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് ആംഗിളാണ്. അപ്പോൾ EFGയിൽ എടുത്ത് നോക്കിക്കുക. EFGയിൽ നമ്മൾ സൈൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് VR2 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് VR2ൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ, ദാറ്റ് ഈസ് 180 മൈനസ് ബീറ്റ. ഏതാണ് ആംഗിൾ? ദിസ് വൺ, 180 മൈനസ് ബീറ്റ. ഇതാണ് 180 മൈനസ് ബീറ്റ. ശരി, ഈക്വൽ ടു അടുത്ത ഏതാണ്? U2 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് U2ൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ. അത് ഏത് വരും? ദിസ് വൺ. ഇതെന്ത് വരും? ബീറ്റ മൈനസ് 5. നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ സൈൻ ബീറ്റ മൈനസ് 5. ഇതാണ് സൈൻ റൂൾ. ഇനി VR2 കണ്ടുപിടിക്കണം. VR2 എന്ന് പറയുന്നത് എന്താണ്? അത് നോക്കാം. അപ്പോൾ VR2 ഈക്വൽ ടു നമുക്ക് ആകെ അറിയാവുന്നത് VR2ഉം ദാറ്റ് ഈസ് VR2 ഈക്വൽ ടു VR1 എന്നറിയാം അല്ലേ. അപ്പോൾ VR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ VR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് വി ക്യാൻ റൈറ്റ് സൈൻ തീറ്റ. ഏത് ട്രയാങ്കിൾ എടുക്കണം? ട്രയാങ്കിൾ BCD എടുത്തേ. ട്രയാങ്കിൾ BCD എടുക്കുമ്പം സൈൻ തീറ്റ ഈക്വൽ ടു എന്ത് പറ്റും? ഓപ്പോസിറ്റ് സൈഡ്, അതായത് VF1 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണത്? VR1 അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ VF1 കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് VR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് VF1 ബൈ സൈൻ തീറ്റ. അപ്പോൾ VF1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തത്? 6.84. സൈൻ തീറ്റ എത്രയായിരുന്നു? സൈൻ 37 അല്ലേ. സൈൻ 37 എന്നിടാം. സൈൻ 37. അപ്പോൾ വി വിൽ ഗെറ്റ് 11.14 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. എന്ത്? VR1 തന്നെയാണ് എന്ത്? VR2. അപ്പോൾ VR1 ഈക്വൽ ടു VR2 ഈക്വൽ ടു എത്ര കിട്ടി? 11.14 മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ 11.14 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ VR2 11.14 ആണെന്ന് കിട്ടി. 11.14. ഇനിയും സൈൻ 180 മൈനസ് ബീറ്റ ഈക്വൽ ടു സൈൻ ബീറ്റ എന്ന് എഴുതാം. ഓക്കെ അല്ലേ. U2 എത്രയായിരുന്നു? U2 ഓൾറെഡി നമ്മൾ പറഞ്ഞു U1ൻ്റെ സെയിം ആണ്. ദാറ്റ് ഈസ് U1ൻ്റെ അതേ വാല്യൂ ആണ്. U1 10 ആണ്. സോ U2 ഈക്വൽ ടു 10. ആൻഡ് സൈൻ ബീറ്റ മൈനസ് 5. സൈൻ ബീറ്റ എന്ന് പറയുന്നത് ബീറ്റ നമുക്ക് തന്നിട്ടുണ്ടോ?
ബീറ്റ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ 50 ഡിഗ്രി എന്ന്. അപ്പോൾ സൈൻ 50 മൈനസ് 5. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ഈക്വൽ ടു, ഇത് സോൾവ് ചെയ്യണേ, ഇത് സോൾവ് ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല. 5 ഈക്വൽ ടു 6.56 ഡിഗ്രി എന്ന് കിട്ടും. അത് മിനിറ്റ്സിലാക്കി വേണമെങ്കിൽ എഴുതാം, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് രണ്ട് പാർട്ടും കിട്ടി, അതായത് രണ്ട് കാര്യങ്ങളും കിട്ടിയേ. ഇൻറ്റേർണൽ വെയിൻ ആംഗിൾസ് അറ്റ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ. അതായത് വെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ VR1ഉം VR2ഉം മേക്ക് ചെയ്യുന്ന ആംഗിൾസാണ്, അതായത് തീറ്റയും ഫൈവും. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ പെർ സെക്കൻഡ് നമുക്കറിയാം. വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് പെർ സെക്കൻഡ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ. Fx ഇൻറ്റു U ആണ്. അപ്പോൾ Fx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Fx ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കിക്കോണേ. Fx നമ്മൾ ഡിറൈവ് ചെയ്ത റോ എ VR1 ഇൻറ്റു VW1 പ്ലസ് VW2 ഇൻറ്റു U എന്ന് വരും. അപ്പോൾ ഇവിടെ ഇത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഫോഴ്സ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ആൻഡ് ഇവിടെ വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു കിട്ടിയ ഫോഴ്സിനെ നമ്മൾ ആക്ച്വലി ആദ്യം എന്ത് ചെയ്യണം? ഫോഴ്സിനെ വെയിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have to do Fx into U divided by എന്താണ്? വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്. ഓക്കെ, വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്. അപ്പോൾ Fx എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. റോ എ VR1 ഇൻറ്റു VW1 പ്ലസ് VW2 ഇൻറ്റു U ആണ് വർക്ക് ഡൺ, ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? M ഇൻറ്റു G. M നമുക്ക് ഓൾറെഡി അറിയാം, ഇതൊരു മാസ് ഫ്ലോ റേറ്റ് ആയതുകൊണ്ട് നമ്മൾ റോ എ VR1 ഇൻറ്റു G. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ലിറ്ററലി ദ ഇക്വേഷൻ റിഡ്യൂസസ് ടു 1/G ഇൻറ്റു VW1 പ്ലസ് VW2. ഇപ്പോൾ നമ്മൾ ചെയ്ത കേസ് വെച്ചിട്ടാണേ. ഇനി ആംഗിൾസ്, അതായത് ഇവിടെ ആംഗിൾ മാറുമ്പം ഈ VW1 പ്ലസ് VW2 ചെറിയ ചേഞ്ച് വരും, അത് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയ്റ്റിൻ്റെ ഫോർമുല. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 1/G ഇൻറ്റു VW1 പ്ലസ് VW2 ഇൻറ്റു യുവും കൂടെ ഉണ്ട്, ഇല്ലേ? വർക്ക് ഡൺ അല്ലേ? ഇനി നമുക്ക് VW1 കണ്ടുപിടിക്കണം, VW2. അപ്പോൾ നമുക്ക് നോക്കാം VW1 എന്താണെന്ന്. VW1 ഓൾറെഡി നമ്മൾ പറഞ്ഞു, അത് V1 കോസ് ആൽഫ ആയിരുന്നു. വി ഹാവ് കാൽക്കുലേറ്റഡ് ദാറ്റ്. അതിൻ്റെ വാല്യൂ എത്ര ആയിരുന്നു? 18.794 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി VW2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി? VW2 നോക്കിക്കേ, ഫ്രം ദ ട്രയാങ്കിൾ വി ക്യാൻ സി VW2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GH എന്ന് പറയുന്നത് GH മൈനസ് GF. എനിക്ക് തോന്നുന്നു G ഇവിടെ മാർക്ക് ചെയ്തത് മാഞ്ഞു പോയി, നമുക്ക് G എന്ന് പറയുന്നത് GH മൈനസ് GF ആണ് VW2, ഇല്ലേ? അപ്പം GH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോക്കിക്കേ, എന്തിൻ്റെ കമ്പോണൻ്റ് ആണ്? VR2 കോസ് 5, അല്ലേ? GH എന്ന് പറഞ്ഞാൽ VR2 കോസ് 5. അതേപോലെ GF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിറ്ററലി നമുക്ക് എന്ത് എഴുതാം? U2. നമ്മൾ ഓൾറെഡി VR2 കണ്ടുപിടിച്ചിട്ടുണ്ട്. VR2 എത്ര ആയിരുന്നു? 11.14. കാരണം VR2ഉം VR1ഉം സെയിം ആണെന്ന് പറഞ്ഞു, ഇല്ലേ? ഇൻറ്റു കോസ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 6.56. അത് കാൽക്കുലേറ്റ് ചെയ്തു. മൈനസ് U1ഉം U2ഉം സെയിം, അപ്പം U2 10. അപ്പോൾ ഇതിൽ നിന്ന് വി വിൽ ഗെറ്റ് 1.067. എന്ത് കിട്ടി? VW2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ U ഈക്വൽ ടു U1 ഈക്വൽ ടു U2 ആണെന്ന് അറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആൻസർ വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയ്റ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുക. ഈക്വൽ ടു ജിക്ക് എന്താണ്?
ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്, ദ ഫൈനൽ ഫോർമുല, ദിസ് വൺ. വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 1/g. 1/g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/9.81 ഇൻറ്റു VW1. VW1 എത്രയായിരുന്നു? 18.794. VW2 ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തല്ലേ, 1.067. ഓക്കെ, ഇൻറ്റു 10. അതെന്താ 10? നമുക്കറിയാം U2 U1 സെയിം ആണ്, വിച്ച് ഗിവ്സ് വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു 20.24. എന്താണ്? ന്യൂട്ടൺ മീറ്റർ പെർ ന്യൂട്ടൺ അല്ലേ? വർക്ക് ഡൺ എപ്പോഴും എന്താണ്? ന്യൂട്ടൺ മീറ്റർ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ. ആൻസർ എപ്പോഴും ക്യാൻസൽ ചെയ്ത് പോകാം, എപ്പോഴും യൂണിറ്റ് എഴുതണം. ഇങ്ങനെയാണ് ഒരു വെലോസിറ്റി ട്രയാങ്കിൾ വരച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ.